കഴിഞ്ഞ 14 വർഷമായി ചെറുവാടിയുടെ കലാകായിക സാംസ്കാരിക ഭൂമികയിൽ നിറസാന്നിധ്യമായ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനുവരി 26-ന് ചെറുവാടി ചാലിയാർ ജലോത്സവം സംഘടിപ്പിക്കുന്നു. ജനുവരി 26 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ചെറുവാടി പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ വെച്ച് ആരംഭിക്കുന്ന ഘോഷയാത്രയോടെ ജലോത്സവത്തിന് തുടക്കമാവുമെന്നും വള്ളംകളി മത്സരം MLA ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 14 വർഷത്തോളമായി ചെറുവാടിയുടെ കലാകായിക സാംസ്കാരിക ഭൂമികയിൽ നിറസാന്നിധ്യമായ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനുവരി 26-ന് ചെറുവാടി ചാലിയാർ ജലോത്സവം സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ചെറുവാടിയിലെ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ വെച്ചാരംഭിക്കുന്ന ഘോഷയാത്രയോടെ ജലോത്സവത്തിന് തുടക്കമാവും. വള്ളംകളി മത്സരം ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 14 വർഷമായി ചെറുവാടിയിൽ ഒരു സാംസ്കാരിക സാമൂഹ്യ മേഖല പ്രവർത്തിക്കുന്നൊരു സംഘടനയാണ് ജനകീയ കൂട്ടായ്മ പറഞ്ഞത്. അതിൻ്റെ പ്രവർത്തനം മുഖ്യ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനമാണ്. വീടുണ്ടാക്കി കൊടുക്കുക, ചികിത്സാ സഹായങ്ങൾ, ഇതൊക്കെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ തുടർന്ന് പോകുന്ന ഞങ്ങളുടെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ സാംസ്കാരിക കലാ പരിപാടികളുണ്ട്. കഴിഞ്ഞ 10 വർഷമായി നടത്തിക്കൊണ്ടിരുന്ന മലബാറിൽ തന്നെ ഏറ്റവും വലിയ ജലോത്സവമാണ് ചാലിയാർ ജലോത്സവം. ഈ വർഷത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇന്ന് 10ാമത്തെ ചാലിയാർ ജലോത്സവമാണ്. അതുകൊണ്ട് തന്നെ കുറേ പുതുമ ഈ വർഷങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഈ വർഷവും ചാലിയാർ ചാലഞ്ച് എന്ന പേരിൽ ഓഫ് റോഡിംഗ് ഉണ്ട്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തോടൊപ്പം 40ഓളം ഓഫ് റോഡ് റൈഡേഴ്സ് പങ്കെടുക്കുന്ന ചാലിയാർ ചാലഞ്ച് ഓഫ് റോഡ് റൈസിങ്ങും പട്ടുറുമാൽഫയും സുറുമി വയനാട് നയിക്കുന്ന ഗാനമേളയും വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടാവുമെന്നും സംഘാടകർ പറഞ്ഞു. മുക്കത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് താജുദ്ദീൻ കുറുവാടങ്കൽ, സെക്രട്ടറി N ജമാൽ, വൈസ് പ്രസിഡന്റ് ബാസിൽ ചെറുവാടി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.